കോവിഡ് മഹാമാരിയിൽ തകർന്ന ബിസിനസിന്റെ ബാധ്യത മൂലം ദുബായിൽ പെരുവഴിയിലായി ഒരു പ്രവാസി കുടുംബം. താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനെ തുടർന്ന് ഭക്ഷണത്തിനടക്കം എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇവർ. കൊറോണ മഹാമാരി തകർത്ത ജീവിതങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല. താമസിക്കാൻ വീട് പോലുമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുടെ കഥ ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ്. കണ്ണൂർ സ്വദേശി രാജേഷിന് പറയാനുള്ളതും അത്തരത്തിലൊരു കഥയാണ്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി രാജേഷ് ദുബായിലുണ്ട്. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ദുബായിലെത്തിയതാണ്. പലതരം ജോലിക്കൊടുവിൽ ഭാര്യയുമൊത്ത് സ്വന്തമായ ഒരു ജിം ആരംഭിച്ചു. കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് കൊറോണ മഹാമാരി ലോകത്ത് നിശ്ചലമാക്കിയത്. രാജേഷിന്റെ ജിം മാസങ്ങളോളം അടച്ചിടേണ്ടി വന്നു. വരുമാനം നിലച്ചു. വാടക നൽകാനാകാതെ കടം പെരുകാൻ തുടങ്ങി. കേസുകൾ നിരവധിയായി. ജയിലിലുമായി. ഏറ്റവും ഒടുവിൽ വാടക നൽകാത്തതിനാൽ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. പെരുവഴിയിലേക്ക്. ഒരു സുഹൃത്ത് നൽകിയ താൽക്കാലിക അഭയത്തിലാണ് ഇപ്പോൾ രാജേഷിന്റെയും ഭാര്യയുടെയും താമസം. ഇവിടെ നിന്ന് പക്ഷേ ഇന്നോ നാളെയോ ഇവർക്ക് ഇറങ്ങേണ്ടിയും വരും. ഞങ്ങളിപ്പം പാർക്കിലൊക്കെയാണ് നടക്കും. പിന്നെ അത് കണ്ടിട്ട് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് 2-3 ദിവസത്തേക്ക് ഒരു ഷെൽട്ടർ തന്നിട്ടുണ്ട്. അവരെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് തിരിച്ച് എങ്ങോട്ട് പോകണോ എന്ത് പോകണോ ഒന്നും അറിയില്ല. കേസ് തീർക്കാതെ നാട്ടിലേക്ക് പോകാനാകില്ല. മകന്റെ പഠന ചെലവ് ഉൾപ്പെടെ എങ്ങനെ നടക്കുമെന്ന ചോദ്യം ഒരു ഭാഗത്ത് വേറെയുമുണ്ട്. മുന്നോട്ടുള്ള ജീവിതം എല്ലാ അർത്ഥത്തിലും വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇന്ന് ഈ കുടുംബത്തിന്. പ്രശ്നങ്ങൾ തീർത്ത് എങ്ങനെയെങ്കിലും ജോലി ചെയ്യാനാകുന്ന സാഹചര്യം ലഭിച്ചെങ്കിലെന്നാണ് ഇവരുടെ ഏക ആഗ്രഹം. അതുപോലെ ഈ കേൾക്കുന്ന ആൾക്കാർ നല്ല മനസ്സിലോട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ജോലി തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്ത് ജോലി എടുക്കാൻ തയ്യാറാണ്. ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് നല്ലൊരു ജീവിതം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് സ്വപ്നം കാണുകയാണ് രാജേഷ്. സുമനസ്സുകളുടെ സഹായമാണ് ഈ കുടുംബത്തിന് ഇനി ആവശ്യം. കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ മലയാളികൾ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.